നമസ്കാരം. അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്നതും സിനിമാ കഥകളെ വെല്ലുന്നതുമായ ഒരു അതീവ രഹസ്യ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള വധഭീഷണിയെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുർക്കിയിൽ നിന്നും ബ്രിട്ടനിലേക്ക് മടങ്ങുമ്പോൾ നടത്തിയ രഹസ്യ പലായനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ക്യാമറകളുടെയും മാധ്യമ പ്രവർത്തകരുടെയും കണ്ണുവെട്ടിച്ച് ഒരു എയർപോർട്ട് കാറ്ററിംഗ് ട്രക്കിനുള്ളിൽ ഒളിച്ചു കടന്നാണ് ട്രംപ് ആകാശത്ത് സുരക്ഷാ തന്ത്രം നടപ്പിലാക്കിയത്. യഥാർത്ഥത്തിൽ അന്ന് തുർക്കിയിൽ എന്താണ് സംഭവിച്ചത്? ആ സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. തുർക്കി തലസ്ഥാനമായ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഡൊണാൾഡ് ട്രംപ്. എന്നാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ച ആ സമയത്ത് ട്രംപിനെ ലക്ഷ്യമിട്ട് ഇറാന്റെ ഭാഗത്തു നിന്നും അതീവ ഗൗരവമുള്ള ഒരു വധഭീഷണി അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിക്കുകയുണ്ടായി. ട്രംപിനെയോ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വിമാനത്തെയോ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്കായി രഹസ്യാന്വേഷണ ഏജൻസികളും സീക്രട്ട് സർവീസും ചേർന്ന് ഒരു ഡെക്കോയ് ഓപ്പറേഷൻ ആസൂത്രണം ചെയ്യുകയായിരുന്നു. തുർക്കി വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങുന്ന സമയത്താണ് ഈ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. മാധ്യമ പ്രവർത്തകരും പൊതുജനങ്ങളും കാണെ എയർഫോഴ്സ് 1 വിമാനത്തിലേക്ക് ട്രംപ് കയറുകയും ജനങ്ങളെ നോക്കി കൈവീശുകയും ചെയ്തു. ട്രംപ് ആ വിമാനത്തിലുണ്ടെന്നാണ് ഒപ്പമുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരും വൈറ്റ് ഹൗസ് സ്റ്റാഫുകളിൽ പലരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ വിമാനത്തിനകത്ത് കയറിയ ഉടൻ തന്നെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടാതെ ട്രംപും ചില ഉദ്യോഗസ്ഥരും വിമാനത്തിന്റെ മറ്റൊരു വശത്തേക്ക് മാറി. അവിടെ വിമാനത്തിന്റെ വാതിലിന്റെ ഉയരത്തിലേക്ക് ഹൈഡ്രോളിക് സംവിധാനം ഉപയോഗിച്ച് ഉയർത്തിയ ഒരു എയർപോർട്ട് കാറ്ററിംഗ് ട്രക്കിനുള്ളിലേക്ക് ട്രംപ് രഹസ്യമായി കയറുകയായിരുന്നു. ഭക്ഷണ സാധനങ്ങൾ കയറ്റി അയക്കാൻ ഉപയോഗിക്കുന്ന ഈ ട്രക്കിനുള്ളിൽ കടന്നാണ് ട്രംപ് സമീപത്ത് നിർത്തിയിട്ടിരുന്ന C-32A എന്ന മറ്റൊരു ചെറിയ സൈനിക വിമാനത്തിലേക്ക് രഹസ്യമായി മാറിയത്. ട്രംപ് ഇല്ലാതെ പുറപ്പെട്ട എയർഫോഴ്സ് 1 വിമാനം ഒരു ഡെക്കോയ് ആയിട്ടാണ് ഉപയോഗിച്ചത്. ട്രംപ് ഈ വിമാനത്തിൽ ഇല്ലെന്ന കാര്യം മാധ്യമ പ്രവർത്തകരിൽ നിന്നും മറച്ചുവെച്ചിരുന്നു. വിമാനത്തിലെ ജനൽ വിസറുകൾ താഴ്ത്തിപ്പിടിക്കാൻ മാധ്യമങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് ബ്രിട്ടനിലെ മിഡിൽ ഹോൾ വ്യോമതാവളത്തിൽ എത്തിയപ്പോൾ രഹസ്യ വിമാനത്തിൽ വന്നിറങ്ങിയ ട്രംപ് പെട്ടെന്ന് എയർഫോഴ്സ് 1 വിമാനത്തിന്റെ സ്റ്റെപ്പുകളിലൂടെ പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. താൻ ആ വിമാനത്തിലാണ് യാത്ര ചെയ്തതെന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് ഈ കൗശലം ഉപയോഗിച്ചത്. ഇറാൻ ഭീഷണിയെ പ്രതിരോധിക്കാൻ അമേരിക്കൻ ഭരണകൂടം സ്വീകരിച്ച ഈ അതിസാഹസികമായ രഹസ്യതന്ത്രം ലോകരാഷ്ട്രങ്ങളെയും സുരക്ഷാ വിദഗ്ധരെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഈ അന്താരാഷ്ട്ര വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി. മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.